വലിയ 23 ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് ആ പയർ ചെടികൾ വള്ളി നീട്ടി വെക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഇതിൽ ധാരാളം ചെടികളുണ്ട്. അതിൻ്റെ സൈഡിലവിടെ മധുരക്കിഴങ്ങ് വള്ളിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിലേക്ക് പടർന്ന് കാണാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വയറിങ്ങിൻ്റെ പൈപ്പും ഒക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തുള്ള മതിലിലേക്ക് പടരാൻ വേണ്ടിയിട്ട് വള്ളിയും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചേനയും കാണാനുണ്ട്, കണ്ടില്ലേ? മുളക്, പലവിധ കൃഷികളാണ്. ഇത് പഴയ പെയിൻറ്റ് പാട്ടയിൽ നട്ട പയർ ചെടിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മുകളിലേക്ക് പടരുന്നത്. ഇവിടെ താമരയുണ്ട്, പിന്നെ തക്കാളിയുടെ കുറ്റിയാണ് കാണുന്നത്. തക്കാളിയുടെ ചെടി ഇപ്പുറത്ത് കണ്ടില്ലേ? വേറെ ചെറിയ ചെടിച്ചട്ടിയിലും കണ്ടു പയർ വള്ളി നീട്ടിക്കുന്നത്. എല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് എന്തൊക്കെയോ ചെറിയ വെള്ള പൊട്ടുകളുണ്ട്, എന്താ അറിയില്ല. അവിടെ അത് ഒരു വള്ളി കാണുന്നത്, മുകളിലുള്ളത് മുന്തിരിവള്ളി, താഴെ കണ്ടത് മത്തൻ്റെ വള്ളി. അതിലേക്കാണ് പടർത്താൻ ഞാൻ കണ്ടിരിക്കുന്നത്. പണ്ട് ലെയറിങ് ചെയ്തുണ്ടാക്കിയ മത്തനാണ്, കണ്ടില്ലേ? അതിൻ്റെ ഒരു കുറ്റി ഒരു സൈഡിലേക്ക്, ആ സൈഡിൽ നിന്നുള്ള ഒറിജിനൽ മത്തൻ ചെടിയിൽ നിന്നുള്ള വള്ളിയാണത്. മത്തൻ ഇപ്പം നന്നായിട്ട് വളരുന്നുണ്ട്, പൂവിടുന്നുണ്ട്, പക്ഷേ കായ്ച്ചിട്ടില്ല ഇതുവരെ. കറിവേപ്പും കാണാം അവിടെ. കുറേ കൊല്ലങ്ങളായിട്ടുള്ള കറിവേപ്പ്, അത് വളർച്ച കുറവാണ്. ആദ്യം കാണിച്ച പയർ ചെടിക്ക് പടരാൻ സ്ഥലമില്ലാത്തപ്പോൾ ചെയ്തു കൊടുത്ത സാധനമാണിത്, കണ്ടില്ലേ? ഒരു 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ്. അത് മുമ്പ് VHF ആൻ്റന, ഹാം റേഡിയോൻ്റെ VHF ആൻ്റനയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച പൈപ്പാണ്. അതാ വെച്ച് കൊടുത്തിരിക്കണേ. ആ ആൻ്റന പ്രോജക്റ്റ് ശരിയായില്ല, വേണ്ടെന്ന് വെച്ചു. അപ്പം ഇവിടെ വേറൊരു ഉപയോഗം കണ്ടെത്തി.